ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രാജുവേഷൻ സെറമണിക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രധാനപ്പെട്ട ഡേ ആണ് ഇന്ന്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിൽ തന്നെ ഫസ്റ്റ് ആർക്കിടെക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. അതുമല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രാജുവേഷൻ സെറമണി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് നമ്മുടെ ഫാമിലി ആരും നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല നേരിട്ട്. കുറേ ഡിഗ്രി ഞാൻ പാസ്സായിട്ടുണ്ടെങ്കിലും എനിക്കിതൊരു ഗ്രാജുവേഷൻ സെറമണി ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ തൊപ്പി വെച്ച് എനിക്കിതൊരു നിൽക്കാൻ പറ്റാത്തതൊരു വിഷമം എനിക്കുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഡിഗ്രിയും PG MPhilഉം ചെയ്തിട്ടും കേരള യൂണിവേഴ്സിറ്റി അതുവരെ ഗ്രാജുവേഷൻ സെറമണി ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ഭാഗ്യ കൂടുതൽ കൊണ്ടാണെന്ന് അറിയത്തില്ല. പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്കും ബാക്കി എല്ലാ പിള്ളേർക്കും ഇതുപോലത്തെ ഗ്രാജുവേഷൻ സെറമണീസൊക്കെ കൊടുക്കാൻ തുടങ്ങിയവർ. അങ്ങനെ റെഡി ആയിട്ട് നേരെ നമ്മൾ കൊല്ലത്ത് കരിക്കോടുള്ള TKM എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോവുകയാണ്. അവിടെയാണ് എൻ്റെ അനിയത്തി പഠിക്കുന്നത്. ആ 2 കാറ് പോകുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി അവിടെ വന്ന് ഗസ്റ്റൊക്കെ പോവുകയാണ്, പരിപാടി തുടങ്ങി. ഞങ്ങൾ കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. കാരണം നമ്മൾ ലാസ്റ്റ് ആയിരിക്കും ഇവർക്ക് ഇത് കിട്ടുന്നതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ അവർ ആദ്യം വിളിച്ച് ഈ സംഭവങ്ങളൊക്കെ കൊടുത്തു. നമുക്കിതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് കുറച്ച് ഭാഗ്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്കന്നൊരു PSC എക്സാം ഉണ്ടായിരുന്നു. അതും എനിക്ക് കൊല്ലത്തൊക്കെ ദൂരെ ആയിരിക്കും കിട്ടുന്നത്. ഇതെന്താണോ എന്തോ അന്ന് എനിക്ക് കരിക്കോട് തന്നെ ഒരു സ്കൂളിൽ കിട്ടി. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്ക് എനിക്ക് എക്സാമിനും പോകണം. എന്നിട്ട് അവിടെ നിന്ന് അനിയത്തിയെ വിളിച്ചിറക്കിയിട്ട് കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവളുടെ കയ്യിൽ ഫുഡ് കൂപ്പൺസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 4 പേർക്കും ഫുഡ് കൂപ്പൺസ് ഉണ്ട്. അത് വാങ്ങിയിട്ട് നമ്മൾ മേടിക്കാൻ പോവുകയാണ്. എനിക്കാണെങ്കിൽ അവിടെ കഴിക്കാൻ സമയമില്ല. കാരണം ഒരു അരമണിക്കൂറും കൂടെ ഉള്ളൂ എക്സാം ഹാളിൽ കയറാനായിട്ട്. അങ്ങനെ പെട്ടെന്നൊരു കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു എനർജി വേണ്ടേ. കാരണം രാവിലെ എങ്ങാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ ഒരു കട്ടൻ കുടിച്ചു. നല്ല മധുരം ഉണ്ടായതുകൊണ്ട് വൈകിട്ട് വരെ വിശക്കാതിരിക്കുമായിരിക്കും. അങ്ങനെ ഫുഡ് വാങ്ങിക്കാൻ കയറി. ഇവിടെ അങ്ങനെ ബുഫേ സിസ്റ്റം ഒന്നും അല്ല കേട്ടോ. പാക്ഡ് ഫുഡായിരുന്നു. അത് മഹൽ ഫുഡ്സിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അത് നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെള്ളവും ടിഷ്യൂവും സ്പൂണും എല്ലാം ആയിട്ടാണ് കൊടുത്തത്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഈ ഫുഡൊന്നും ഫ്രീ അല്ല കേട്ടോ. എല്ലാത്തിനും കൂടെ നമ്മൾ പേ ചെയ്തിട്ടാണ് ഈ ഫംഗ്ഷന് തന്നെ പോകുന്നത്. അങ്ങനെ PSC എക്സാം കഴിഞ്ഞ് നേരെ ഓടി വന്നത് ഈ ഒരു ബിരിയാണി ബോക്സ് തുറക്കാനാണ് കേട്ടോ. ഭയങ്കര വിശന്നിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി. പക്ഷേ മഹൽ ഫുഡ്സുകാർ ഇത് ശ്രദ്ധിക്കണം. കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങളുടെ ഫുഡിന്. ബിരിയാണിയുടെ ഒരു ഫ്ലേവറോ ഒന്നുമില്ല. കുറേ ചിക്കൻ 5 പീസ് ചിക്കൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ റൈസും ഉണ്ട്. ഒരു ഗ്രേവിയോ ബിരിയാണിയുടെ മണമോ ഒന്നുമില്ല. മുട്ടയില്ല, പപ്പടമില്ല, അച്ചാറും സാലഡും മാത്രമേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ ബാക്കി ഓക്കെയാണ്.